വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ അകത്ത് നിന്ന് ഉള്ള സമ്മറിയിലെ പോയിന്റ്സ് ആണിത്. ഓക്കെ, സോ for a charge configuration Q1, Q2 and so on up to Qn with position vectors R1, R2, Rn, the potential at point P is given by the superposition as V is equal to 1 by 4 pi epsilon naught Q1 by R1P. Q1 by R1P plus Q2 by R2P up to Qn by Rnp. Okay, and where R1P is the distance between Q1 and P1 as and so on. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് സെക്ഷനായ 2.6 വിച്ച് ഇസ് ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അത് പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റ്സിലും ആ സർഫസിലുള്ള എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അങ്ങനത്തെ സർഫസിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാ പോയിന്റ്സും ഒരേ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചാർജ് അതിന്റെ ഒരു പോയിന്റിൽ നിന്നും ആ സർഫസിന്റെ മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ബിക്കോസ് എല്ലാം ഒരേ പൊട്ടൻഷ്യലാണല്ലോ. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇവിടെ കണ്ടത്. അപ്പം സർഫസിലെ എല്ലാ പോയിന്റ്സും ഒരേ പൊട്ടൻഷ്യലിലായിരിക്കുന്ന ഒരു സർഫസിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുക. സർഫസ് വിത്ത് കോൺസ്റ്റന്റ് വാല്യൂ, എല്ലായിടത്തും ഒരേ വാല്യൂ ആണ്, കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ at all points on its surface, at all points on the സർഫസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സിംഗിൾ ചാർജ് അതിന്റെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിംഗിൾ ചാർജ് നമ്മൾ ഓൾറെഡി കണ്ടാണ്. എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് ഞാനൊന്ന് പറയാം. കാര്യം എന്ന് വെച്ചാൽ സിംഗിൾ ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിംഗിൾ ചാർജ് Q എന്ന് പറയുന്നത് സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് V ആണ്, സോറി. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിംഗിൾ ചാർജ് Q, അതായത് V എന്ന് പറയുന്നത് അതിന്റെ ഒരു സിംഗിൾ ചാർജ് Q കാരണം ഉണ്ടാകുന്ന ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് V ഈസ് ഓൾറെഡി ഇതിന്റെ ഫോർമുല നമ്മൾ കണ്ടതാണ്, 1/4 pi epsilon naught Q by R. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മൾ പറഞ്ഞ എന്താണ് അപ്പം നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ സിംഗിൾ ചാർജ് കാരണം ഉണ്ടാവുന്ന ഒരു സിംഗിൾ ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ. നമുക്ക് വേണ്ട എന്താണ്, നമ്മളുടെ V കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ വിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്വാണ്ടിറ്റീസ് നോക്കുക. ഇവിടെ 1/4 pi epsilon naught കോൺസ്റ്റന്റ് ആണ്, Q കോൺസ്റ്റന്റ് ആണ്. ഓൺലി വേരിയിങ് ആയിട്ടുള്ള ആൾ R ആണ്. സോ ഇഫ് R കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും എന്താണ്, V ഈസ് കോൺസ്റ്റന്റ്. ഇഫ് R ഇസ് കോൺസ്റ്റന്റ് then it implies V is constant. അപ്പം ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരണമെങ്കിൽ R കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മുടെ സെന്റർ ഓഫ് ചാർജ്, ഇപ്പൊ നമ്മുടെ Q എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ ചാർജ് എങ്കിൽ ഇപ്പൊ ഈ സെന്ററിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയുള്ള എല്ലാ പോയിന്റ്സും ഒരേ പൊട്ടൻഷ്യലായിരിക്കും. സപ്പോസ് ഞാൻ 6 എന്ന് പറഞ്ഞപ്പോൾ 5 സെന്റിമീറ്റർ എടുക്കാമെന്ന് വിചാരിക്കും. ഇവിടുന്ന് 5 സെന്റിമീറ്റർ അകലെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇവിടെയും 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ്, ഇനി ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് 5 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. ബേസിക്കലി നമുക്ക് ഇതുപോലെ ഇവിടെ അടുത്തൊരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ അടുത്തൊരു പോയിന്റ്. അപ്പം ഇതെല്ലാം കൂടി ഞാൻ കണക്ട് ചെയ്ത് ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് സർഫസ് വിൽ ബി ഹാവിങ് ദ സെയിം പൊട്ടൻഷ്യൽ. സിമിലർലി ഇപ്പൊ 6 ഇതിലും കൂടി, ഇപ്പം ഇത് 5 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഇനി 10 സെന്റിമീറ്ററിന്റെ മറ്റൊരു സർഫസ് ഞാൻ എടുക്കുവാണെങ്കിൽ ഓക്കെ, ആ സർഫസും എല്ലാം ഒരേ പൊട്ടൻഷ്യലിലായിരിക്കും. അത് സെൻട്രൽ നിന്നും ഒരേ അകലങ്ങളിലുള്ള എല്ലാ സർഫസും അവിടെ ഒരേ പൊട്ടൻഷ്യലായിരിക്കും. അതാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് വിൽ ബി ലൈക്ക് എന്താണ്, ഈ ഒരു കോൺസെൻട്രിക് സ്ഫിറിക്കൽ സർഫസ് ആണ് ഈ ഇതിന് ചുറ്റുമുള്ള ഈ കോൺസെൻട്രിക് സ്ഫിറിക്കൽ സർഫസ്. അതാണ് ഈ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരേ പൊട്ടൻഷ്യൽ ഈ പോയിന്റ്സിലെല്ലാം സെയിം ആയിരിക്കും. അങ്ങനത്തെ പോയിന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് സർക്കിൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ബിക്കോസ് എന്താ, നമ്മൾ പ്ലെയിനിലാണല്ലോ കാണിക്കുന്നത്. ഇൻ 3 ഡയമെൻഷനിൽ വരുമ്പോഴത്തേക്കും ഇതൊരു ആക്ച്വലി ഇറ്റ്സ് എ സ്ഫിയർ. പക്ഷെ നമ്മളിതൊരു പ്രതലത്തെ പ്ലെയിനിൽ കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് സർക്കിൾ ആണെന്നേ ഉള്ളൂ. ഇത് സ്ഫിറിക്കൽ സർഫസ് ആണ് ഈ കോൺസെൻട്രിക് ആയിട്ടുള്ള ഈ സ്ഫിറിക്കൽ സർഫസ്. ഈ ഓരോ ബ്ലൂ കളേർഡ് സ്ഫിയേഴ്സും എന്താണ്, ഒരേ പൊട്ടൻഷ്യലുള്ള പോയിന്റ്സ് ആണ്, അല്ലെ അതർവൈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആണ്. അതാണ് നമ്മളോട് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് ഈ
ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. അപ്പം ഒരു സിംഗിൾ ചാർജിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇഫ് ഇറ്റ്സ് എ പോസിറ്റീവ് ചാർജ്, അത് റേഡിയലി ഔട്ട്വേർഡ് ആണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഫീൽഡ് ലൈൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ്, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഇൻവേർഡ്. അപ്പൊ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതിന്റെ ഫീൽഡ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ദറ്റ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്, അതാണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് ദിസ് ആർ ദ ഫീൽഡ് ലൈൻസ്. ഇപ്പോഴത്തെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്താന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നോക്കിക്കേ, ഞാൻ ഈ ഒരു പടത്തിനെ ഇങ്ങോട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അത് നമ്മുടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ ഞാൻ ഇതിന്റെ കൂടെ അങ്ങ് ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ, അത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കുള്ള പടം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ യു സി അതിങ്ങനെ ഇരിക്കുമല്ലോ. അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാൻ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസിന്റെ അകത്തേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ നിങ്ങൾക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫീൽഡ് ലൈൻസ് റേഡിയൽ ആണെന്ന് ഉണ്ട്, റേഡിയലി ഔട്ട്വേർഡ്, റേഡിയലി ഇൻവേർഡ് എന്നുള്ള. അപ്പോൾ ഒബ്വിയസ്ലി ഈ സ്ഫിയറുമായിട്ട്, അത് ഈ സ്ഫെറിക്കൽ സർഫസസുമായിട്ട് ഇവർ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി 90 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് റേഡിയലി ഔട്ട്വേർഡ്, റേഡിയൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഓരോ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഓരോ പോയിന്റിലും നോർമൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ പടത്തിൽ നിന്നും തന്നെ മനസ്സിലാവും. ലൈക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ പോയിന്റ് ചാർജ് എങ്ങനെയാണെന്ന് അറിയാം, ആ പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ട് നമുക്ക് ഇത് ഈസി ആയിട്ട് പറയാം. പക്ഷെ ഇതെന്ന് പറയുന്നത് പോയിന്റ് ചാർജിന് മാത്രമല്ല, ഏത് ചാർജ് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിന് നോർമൽ തന്നെയായിരിക്കും. പോയിന്റ് ചാർജ് എന്നല്ല, ഏത് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ലൈക്ക് ഒരു ജനറൽ കാര്യമാണ്. ഓക്കെ, ഫോർ എനി ചാർജ് കോൺഫിഗറേഷൻ, അത് പോയിന്റ് ചാർജ് എന്നല്ല, ഏത് ചാർജ് കോൺഫിഗറേഷനിലായാലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയിരിക്കും എപ്പോഴും ആ ചാർജ് കോൺഫിഗറേഷൻ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഫോർ എനി ചാർജ് കോൺഫിഗറേഷൻ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് is normal to the electric field at that point. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സി, ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് നോർമൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നോൺ സീറോ കമ്പൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആ സർഫസിന് അക്രോസ് ആയിട്ട് അലോങ് ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സർഫസിലൂടെ നമുക്കൊരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ വർക്ക് ഹാസ് ടു ബി ഡൺ. വർക്ക് നോൺ സീറോ ആവും. പക്ഷെ നമുക്കറിയാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, എല്ലാ പോയിന്റ്സിലും പൊട്ടൻഷ്യൽ സെയിം ആണ്. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒന്നും ഇല്ല. ഈ കമ്പൗണ്ട് ഡെൽറ്റ വി സീറോ ആണ്. അത് ബേസിക്കലി വർക്ക് ഡൺ സീറോ ആണ് ആ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ. അപ്പം നമുക്കിപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് ഒരു നോൺ സീറോ കമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് പറ്റും, നോർമൽ അല്ല എങ്കിൽ അവിടെ ഈ വർക്ക് ഡൺ സീറോ ആവുന്നില്ല. ഓക്കെ, കാര്യം ഡെഫിനിഷൻ ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് കോൺട്രഡിക്റ്റീവ് ആണ്. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വർക്ക് ഡൺ പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫോർ എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വർക്ക് ഡൺ സീറോ, എല്ലാം ഒരേ പൊട്ടൻഷ്യൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് നോർമൽ തന്നെ ആയിരിക്കണം. ബിക്കോസ് നമുക്കറിയാം ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ. അപ്പം ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ഫോർ എൻ ഇലക്ട്രിക് ഫീൽഡ്, നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ ക്യു ഇ, ആൻഡ് ഡി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം എന്താണോ ഡിസ്പ്ലേസ്മെന്റ്, അതെന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ ലൈനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ക്യു ഇ ഡോട്ട് ഡി. ഓക്കെ, ക്യു ഇ ഡോട്ട് ഡി. അപ്പം ഡോട്ട് പ്രോഡക്റ്റിന്റെ എക്സ്പാൻഷൻ എന്താണ്, എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ അല്ലേ, ക്യു ഇ ഡി കോസ് തീറ്റ. സോ നോക്കിക്കേ, നമുക്കറിയാം ഇതിൻ്റെ അകത്ത് നമ്മളൊരു യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ക്യൂ എന്ന് പറയുന്നത് വിൽ ബി 1. സോ ഇ ഡി കോസ് തീറ്റ. അപ്പൊ നോക്കുക, നമ്മുടെ വർക്ക് ഡൺ സീറോ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡോ ആ ഡിസ്റ്റൻസോ, ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യേണ്ട ഡിസ്റ്റൻസോ ഒരിക്കലും സീറോ ആവുന്നില്ല. സോ ഓൺലി തിങ് വിച്ച് കുഡ് ബി സീറോ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആണ് സീറോ ആവേണ്ടത്. കോസ് തീറ്റ സീറോ ആവുക എന്ന് വെച്ചാൽ തീറ്റ 90 ഡിഗ്രി ആവുക എന്നുള്ളതാണ്. അത് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി നോർമൽ ടു
ഡിസ്പ്ലേസ്മെന്റ്. അഥവാ നമ്മൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇക്യു പൊട്ടൻഷ്യൽ ലൈനാണ്. ആ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യലിലൂടെയുള്ള ആ ലൈനാണ്. ഇത് ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് അല്ലെങ്കിൽ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആയാൽ മാത്രമേ ഇക്യു പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് നോർമൽ ആണെങ്കിലാണ് ഫോർ എൻ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഒബ്വിയസ്ലി എന്തായിരിക്കണം? ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദാറ്റ് സർഫസ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ വർക്ക് ഡൺ ഒരു കാരണവശാലും സീറോ ആവത്തില്ല. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ നമുക്ക് ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് നോൺ സീറോ ആയിപ്പോവും. അത് സാധിക്കില്ല. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ബി നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഫോർ എ പോയിന്റ് ചാർജ്. ഇനി അതല്ലാത്ത ഇക്വിപൊട്ടൻഷ്യൽ സർഫസും നമുക്ക് കാണാം. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഏത് ചാർജ് കോൺഫിഗറേഷനും ഈസി ആയിട്ട് പറ്റും. എങ്ങനെയാണ്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അറിഞ്ഞാൽ മതി. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർമൽ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. സോ ഇവിടെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, നമ്മൾ ടിപ്പിക്കലി അതാണ് ആ ബ്ലൂ ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. ടിപ്പിക്കലി ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ദറ്റ് ഈസ് ദ എക്സ് ആക്സിസ് എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദ എക്സ് ആക്സിസ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈസ് അലോങ് ദ എക്സ് ആക്സിസ്. അപ്പോൾ നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്തായിരിക്കണം? നോർമൽ ടു എക്സ് ആക്സിസ് ആയിരിക്കണം. ഒബ്വിയസ്ലി നോർമൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും നമ്മളുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇപ്പൊ നമ്മൾ കണ്ടതനുസരിച്ച്. അപ്പൊ എക്സ് ആക്സിസിന്റെ നോർമൽ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ വൈ സെഡ് പ്ലെയിൻ ആണ്. അപ്പൊ എന്താണ്? ഈ വൈ സെഡിലേക്ക് അക്രോസ് ആയിട്ടുള്ള ആ പ്ലെയിൻ ആണ്, അതായത് പ്ലെയിൻസ് വിച്ച് ഇസ് പാരലൽ ടു ദ വൈ സെഡ് പ്ലെയിൻസ് പാരലൽ ടു വൈ സെഡ് പ്ലെയിൻസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നുണ്ടോ? ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻ ദ വൈ സെഡ് പ്ലെയിൻ. അതുപോലെ തന്നെ ഇതും അല്ല, എന്താണ്? വൈ സെഡ്, അതായത് വൈ ഇസഡ് ഡയറക്ഷനിൽ കിടക്കുന്ന പ്ലെയിൻസ് ആണ്. സംതിങ് വിച്ച് ഇസ് നോർമൽ ടു എക്സ് ആക്സിസ്. അതാണ് ഇവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കുക. നമുക്ക് ഇങ്ങനെ നമുക്ക് ആ ഒരു ബേസിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ പലതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ ഡൈപോൾ ആണ്. നമുക്കറിയാം ഡൈപോൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ബിക്കോസ് ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജും വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഇപ്പൊ ഈ നെഗറ്റീവ് ചാർജിനെ സംബന്ധിച്ച് അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഈ ബ്ലൂ സ്ഫിയേഴ്സ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഈ അടുത്ത് ഈ പോസിറ്റീവ് ചാർജിനെ സംബന്ധിച്ച് അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇവരെ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താണ് ഒരേ പൊട്ടൻഷ്യലിലുള്ള പോയിന്റ്സ് നിൽക്കുന്ന ആ റീജൻസ്. ആൻഡ് അതർവൈസ് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഈ പൊട്ടൻഷ്യൽ സീറോ ആണെന്ന് വെച്ചാൽ ഈ ഡൈപോൾ ആക്സിസിന് കൃത്യം സെൻട്രലിലൂടെ പോകുന്ന ആ ഒരു പ്ലെയിൻ ഉണ്ട് ഡൈപോൾ ആക്സിസിന്. ഓക്കെ, ഡൈപോൾ ആക്സിസ് ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് അത് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അതിന്റെ സെൻട്രലിലൂടെ പോകുന്ന ആ ഒരു പ്ലെയിൻ ഉണ്ട് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദിസ് axis of the electric dipole and which is passing through the center of this dipole. അതാണ് ഇതിന്റെ സീറോ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സർഫസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇത് കാണുന്നില്ല. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ടു ഐഡന്റിക്കൽ പോസിറ്റീവ് ചാർജസ്, ഒരേപോലെയുള്ള പോസിറ്റീവ് ചാർജസിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ യു ഹാവ് ടു പോസിറ്റീവ് ചാർജസ്. ഇതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? ഇങ്ങോട്ട് ഇപ്പുറത്തേക്കാണ് അപ്പോൾ ഇതിന്റെ ഫീൽഡ് ലൈൻസ് പോവുക. ഓക്കെ, കാര്യം ഇവിടെ ഒരു ഇത് ഇങ്ങോട്ടാണ് ഇതിന്റെ ഫീൽഡ് ലൈൻസ് പോകുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഭാഗത്ത് കുറച്ച് ക്രൗഡഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഓവൽ ഷേപ്പും. അതുകൊണ്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടേക്കാണ് ഒരു ബൾജിങ് വരുന്നത്. ഇവിടെ കുറച്ച് എന്താണ് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ്, ബിക്കോസ് ബേസിക്കലി ഇത് രണ്ട് ചാർജസിന് തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കുമല്ലോ. സോ അവിടെ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ബേസിക്കലി നമുക്ക് ഈ ഏറ്റവും ഉള്ളിലുള്ള ഈ സർക്കിൾ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതായത് ഏറ്റവും ഉള്ളിലുള്ള ഈ ഒരു പ്രതലം, അതായത്
ഇതും അതുപോലെ തന്നെ ഇത് രണ്ടുമാണ് ഈ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. പുറത്തേക്ക് വരുന്നതോടെ ആ ഫീൽഡിന്റെ ഇന്റൻസിറ്റി അവിടെ കുറയുന്നതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്ന ഒരു ലോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് എവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 2.6.1 ആണ് റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. This is section 2.6.1, that is the relation between field and potential. ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ആ റിലേഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് നോക്കി, ഇവിടെ അടുത്തടുത്തിരിക്കുന്ന രണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, ആ സർഫസിനെയാണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്, എ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ആ സർഫസ് ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ അകലത്തിൽ തന്നെ ഇരിക്കുന്ന മറ്റൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെ ബി എന്നാണ് പറയുക. ബി എന്നാണ് ആ സർഫസ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അതിന്റെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡെൽറ്റ വി ആണ്. അത് നമ്മൾ ഈ ഡെൽറ്റ വി എന്ന് പറയുന്നത് എത്രമാത്രം ആ പൊട്ടൻഷ്യൽ ചേഞ്ച് ആയി എന്നുള്ളതാണ് നമ്മൾ ഡെൽറ്റ വി കൊണ്ട് കാണിക്കുന്നത്. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇസ് ഫ്രം എ ടു ബി. അത് എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന, അത് ഫസ്റ്റ് എ എന്ന് പറഞ്ഞ പ്രതലത്തിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനില് പൊട്ടൻഷ്യലിന്റെ ആ ഒരു, അത് എയിൽ നിന്നും ബിയിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യലിൽ വരുന്ന ആ ഒരു ചെറിയ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ബേസിക്കലി നമ്മളുടെ ഡെൽറ്റ വി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ഈ ബി എന്ന് പറയുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ എടുക്കുകയാണ്. ബി എന്ന് പറയുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുക്കുകയാണ്. അപ്പം ഈ ബി എന്ന് പറയുന്ന സർഫസിലെ പി എന്ന് പറയുന്ന പോയിന്റ് എ എന്ന് പറയുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസുമായിട്ടുള്ള അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ. അതാണ് ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ സർഫസ് എ ഫ്രം പി. പിയിൽ നിന്നും എയിലേക്കുള്ള ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എൽ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചിന്തിക്കാൻ പോകുന്നത്, നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബി എന്ന് പറയുന്ന പ്രതലത്തിൽ നിന്നും എ എന്ന് പറയുന്ന പ്രതലത്തിലേക്ക് മൂവ് ചെയ്യുവാണ്. അത് നമ്മൾ അതൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, അത് യൂണിറ്റ് പോസിറ്റീവ് ക്യൂ ഇസ് ഈക്വൽ ടു 1 കൂളം, അതിനെ ബിയിൽ നിന്നും എയിലേക്കാണ്, അതുകൊണ്ടാണ് ഈ ആരോ ശ്രദ്ധിക്കുക, ബിയിൽ നിന്നും ടുവേർഡ്സ് എയിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഒബിയസ്ലി അഗൈൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളിവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഇസ് ഡൺ അഗൈൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ടു മൂവ് ഇറ്റ്. അപ്പം എത്രമാത്രം വർക്ക് ആണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ അകത്ത് വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്ര, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ. സോ വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ് ഇസ് നമ്മുടെ ക്യു ഇ ഇൻറ്റു ക്യു ഇ ആണ്, പക്ഷെ ക്യു എന്ന് പറയുന്നത് 1 കൂളംബാണ്, അതുകൊണ്ട് അത് എടുക്കണ്ട. നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അതായിരിക്കും ഇവിടുത്തെ വർക്ക് ഡൺ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ആണ്. ഡെൽറ്റ എൽ ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു, ഓക്കെ, ഇ ഡോട്ട് ഡി എൽ ആണ് കേട്ടോ, ഇ ഡോട്ട് ഡി എൽ ആണ്. ഇ ഡോട്ട് ഡി എൽ, ഓക്കെ, അന്ന് മുഴുവൻ എഴുതാം, കോസ് തീറ്റ എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡും ഡിസ്പ്ലേസ്മെന്റും പാരലൽ ആണ്. കാര്യം ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ്ലി ആണെന്നുള്ളതേ ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡിന് എഗൻസ്റ്റ് ആണെന്നേ ഉള്ളൂ. നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ നോക്കുക, അത് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ നമ്മളുടെ ഡെൽറ്റ എല്ലും പാരലൽ ആണ്, അത് ഒരേ പ്രതലത്തിലാണ്. ഇത് ഇങ്ങോട്ട് എന്നുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ ഡെൽറ്റ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ആണ് എടുക്കുന്നത്. സോ ഇവിടെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. മോഡി ഡെൽറ്റ എൽ കോസ് 0 ഈസ് 1. ഓക്കെ, സോ മോഡ് ഇ ഡെൽറ്റ എൽ, ഇതാണ് നമ്മുടെ വർക്ക് ഡൺ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എന്താ വർക്ക് ഡൺ 0 എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കാര്യം ബിയിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് പോകാനുള്ള വർക്ക് ഡൺ 0 ആണ്. അതുപോലെ തന്നെ എയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകാനുള്ള വർക്ക് ഡൺ 0 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എയിൽ നിന്നും ബിയിലേക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് വർക്ക് ഡൺ ഇവിടെ നോൺ 0 ആവുന്നത്. അങ്ങനെ കൺഫ്യൂസ് ആവരുത്, കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞുള്ളൂ. അപ്പൊ ഈ വർക്ക് ഡൺ നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി ഇതിന്റെ തിയറി ഒക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരുന്നു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വർക്ക് ഡൺ ഇസ് ബേസിക്കലി ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കണ്ടാണ്. അപ്പോൾ ഫൈനലി എത്തുന്നത്
എ എന്ന് പറയുന്ന പ്രതലത്തിലേക്കാണ്. അപ്പം ഈ ഇവിടെ പൊട്ടൻഷ്യൽ ഓഫ് സർഫസ് എ എന്ന് പറയുന്നതാണ് വി ആയിട്ട് എടുത്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഓഫ് സർഫസ് ബി എന്ന് പറയുന്നതാണ് വി പ്ലസ് ഡെൽറ്റ വി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് എയിലെ പൊട്ടൻഷ്യൽ മൈനസ് എയിലെ പൊട്ടൻഷ്യൽ മൈനസ് ബിയിലെ പൊട്ടൻഷ്യൽ. എയിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വി മൈനസ് ബിയിലെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡെൽറ്റ വി. ഓക്കെ, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ വി മൈനസ് ഡെൽറ്റ വി. സോ ദിസ് ഇസ് മൈനസ് ഡെൽറ്റ വി. അപ്പം ഞാനത് ഇവിടെ എഴുതാം. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. വർക്ക് ഡൺ എന്ന് പറയുന്നത് മോഡി ഡെൽറ്റ എൽ. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൈനസ് ഡെൽറ്റ വി. ഇതിൻ്റെ അകത്ത് നിന്നും ഇക്വേഷൻ്റെ അകത്ത് നിന്ന് എനിക്ക് മോഡ് ഇ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിനെ മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ എന്ന് എഴുതാമല്ലോ. അത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് സ്പേഷ്യൽ ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നാണ്. അത് നമ്മൾ പൊട്ടൻഷ്യലിന്റെ സ്പേഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ടാണ് നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡിനെ കിട്ടിയിരിക്കുന്നത്. ഐ തിങ്ക് +2 ആകുമ്പം ഡിഫറൻസിയേഷൻ ഒക്കെ കുറച്ചും കൂടി പഠിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നോക്കിക്കേ, ഇപ്പൊ ഈ ഡെൽറ്റ എൽ വളരെ ചെറുതാന്ന് വിചാരിക്കും. ഡെൽറ്റ എൽ വളരെ ചെറുതാണ്. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈസ് ഇക്വൽ ടു മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ. ഇപ്പൊ ഡെൽറ്റ എൽ വളരെ ചെറുതാവുകയാണെങ്കിൽ അത് ഡെൽറ്റ എൽ വളരെ ചെറുതും ഈ ഡെൽറ്റ ബി ഭയങ്കര വലുതുമാണെന്ന് വിചാരിക്കാം. അപ്പോഴത്തേക്കും ഒരു ചെറിയ ഡിസ്റ്റൻസിന് ഒരു വലിയ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യലാണ് വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നൊരു, അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത്, അതായത് ഡെൽറ്റ എൽ സ്മോൾ ആണ് ആൻഡ് ഡെൽറ്റ ബി എന്ന് പറയുന്നതിന് ഒരു ലാർജ് ചേഞ്ച് ഓവർ ദിസ് സ്മോൾ ഡിസ്റ്റൻസിൽ ഒരു ലാർജ് ചേഞ്ച് ഡെൽറ്റ വിക്ക് വന്നെങ്കിൽ നമ്മൾ അവിടെ പറയുന്ന കാര്യം ഒരു സ്റ്റീപ്പർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നതിനെ സ്റ്റീപ്പർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ഇത് മൊത്തത്തിൽ ഈ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ കൂടുതലായിരിക്കും. അപ്പം ഒരു സ്റ്റീപ്പർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ്ങർ ഇലക്ട്രിക് ഫീൽഡിനെ കൊണ്ടുവരും. സ്റ്റീപ്പർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് causes a stronger electric field. It causes stronger electric field. അത് നമുക്ക് ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്. ഇനി നോക്കിക്കേ, നമ്മളുടെ ഇക്വേഷന്റെ ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ് ബേസിക്കലി. നമ്മുടെ ഡെൽറ്റ വി ആ ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നെഗറ്റീവാണ്. കാര്യം ഇലക്ട്രിക് ഫീൽഡ് കൂടുന്തോറും ഇലക്ട്രിക് ഫീൽഡിനെക്കാട്ടും ആ ഡിക്ലൈൻ ഓഫ് പൊട്ടൻഷ്യൽ കുറച്ചും കൂടി ഫാസ്റ്റർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഡെൽറ്റ വി നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ ഡെൽറ്റ വി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡെൽറ്റ വി ഇങ്ങനെ എഴുതുന്നതിന് തിരക്കേടില്ലല്ലോ. അത് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ വി നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഇട്ടു. ആൻഡ് മോഡ് ഓഫ് ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷെ ഡെൽറ്റ വി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ഇവിടെ എപ്പോഴും നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ അങ്ങനെ വേണമെങ്കിൽ ഡെൽറ്റ വി എഴുതുന്നതിന് തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മോഡ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെയാണല്ലോ കിട്ടി, മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടി, ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ. ഈ ഡെൽറ്റ വിക്ക് പകരം ഞാൻ മൈനസ് ഓഫ് ഡെൽറ്റ വി കൊടുക്കുവാണ്. സോ ഇവിടെ എന്തോരും മൈനസ് ഡെൽറ്റ വിക്ക് പകരം ഞാൻ മൈനസ് മോഡ് ഡെൽറ്റ വി ഇട്ട് കൊടുക്കുന്നു ബൈ ഡെൽറ്റ എൽ. ഈ മൈനസും കൂടി പ്ലസ് ആവും. സോ പ്ലസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ എനിക്കിവിടെ രണ്ട് ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ, സോ ഫൈൻഡ് ഇങ്ങനെ മോഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ ആണ്, അഥവാ പ്ലസ് മോഡ്ലെസ് ഓഫ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിന്റെ അകത്ത് നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാന്നുള്ളതാണ് അടുത്ത കാര്യം. നോക്കി, സോ മോഡ് ഇസ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു ഇറ്റ് ഇസ് മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എവിടെയാണോ സ്റ്റീപ്പസ്റ്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അതാണ് നമുക്ക് ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് potential decreases steepest. Okay, potential decreases steepest. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി, നമ്മൾ രണ്ടാമത് അതിന് ഇങ്ങനെ എഴുതി, അത് മോഡുലസ് ഓഫ് ഇലക്ട്രിസിറ്റിയെ നമുക്കൊരു പോസിറ്റീവ് മോഡുലസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൽ എന്നുള്ള രീതിയിൽ എഴുതാം. കാര്യം ഇവിടെ വരുമ്പോൾ എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡേ പറ്റുള്ളൂ. അപ്പൊ എത്രമാത്രം ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്, അല്ല ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു മാഗ്നിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യലിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട്
അതിനെ പറയുവാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതായിരിക്കും. ആൻഡ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് നോർമൽ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അറ്റ് ദാറ്റ് പോയിന്റ്. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം അത് നമുക്ക് ഇതിൻ്റെ നിന്ന് എഴുതാൻ പറ്റും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു the change in the magnitude of potential per unit displacement normal to the and that also, okay, our displacement in the it is normal to the equipotential surface at that point. Okay, so that's it. ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ആയ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.